പീന, അപ്പം പ്രായമായി അല്ലേ? റിട്ടയർമെന്റുമായി. അടിപൊളി. ഇനിയിപ്പോ എൻജോയ് ചെയ്യുക, ഒന്നും നോക്കണ്ട കേട്ടോ. ബൈജോളിനെ സഹായിക്കുക, കൊച്ചി ഉറബൽ കൺസ്ട്രക്ഷൻസ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ബെൻഹറിന്റെ അടുത്ത് പോവുക, നാദിന്റെ അടുത്ത് പോവുക. ബെഞ്ചു ഇടയ്ക്കിടയ്ക്ക് വരും, അവന് വേണ്ടതൊക്കെ കൊടുക്കുക. ഇടയ്ക്ക് അമ്മഞ്ചേരിക്കും വരിക കേട്ടോ. അടിച്ചു പൊളിക്കുക, അതിന് ഒന്നും നോക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. ബീന ചേച്ചിയെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റിട്ടയർമെന്റ്. ബീനാന്റി റിട്ടയർമെന്റ് ദിവസമായോ? ആഹാ, സകടപ്പെട. നമ്മുടെ നാട്ടിൽ വരുമ്പോ മരിച്ചു പഠിക്കാം. ഹാപ്പി റിട്ടയർമെന്റ്. ടാറ്റ, ലവ് യു, ബൈ ബൈ. കുഞ്ഞാങ്ങള ചേച്ചിയെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ബെൻഹർ പറഞ്ഞപ്പം പെട്ടെന്ന് എന്നാ പറയാന്നിങ്ങനെ ആലോചിച്ചു പോയി. എന്തായാലും ദീനാമ ടീച്ചറിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുമ്പോൾ സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ. 1974 ആരംഭിച്ചതാണ് ബീനയുടെ ഈ സ്കൂൾ ജീവിതം. ഇന്ന് 2025 പടിയിറങ്ങുന്നു. നല്ലത് മാത്രം പറയാൻ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ പെങ്ങള് അച്ചാമ്മയാണ് ഞങ്ങൾക്ക് ചോറും കറിയും ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പം ബീന പോയി വാഴയിലൊക്കെ വെട്ടി വാട്ടി 2 ചോറും പൊതി കെട്ടും. ഒന്ന് എനിക്കും ഒന്ന് അവക്കും. അങ്ങനെ ഞങ്ങൾ ഈ സ്കൂൾ ജീവിതം ആരംഭിച്ചു. ഒരു 20 വയസ്സായപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തി എൻ്റെ ജോലിയിലോട്ട് മാറി. അവൾ ഇപ്പോഴും കുട്ടികളുടെ കൂട്ടത്തിൽ ചോറും പൊതിയായി പോയിക്കൊണ്ടേയിരിക്കുന്നു. പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു ടീച്ചറൊക്കെ ഞങ്ങളുടെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. ഒരു ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്സസൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്നാൽ ബീനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ബീന ഉള്ളവിടത്ത് കുട്ടികൾ അങ്ങോട്ട് ചെന്ന് വർത്തമാനം പറയുകയും കളിച്ചിരി ഒക്കെ കൂടുന്നത് കാണാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഒരു പ്രാവശ്യം ബീന പറഞ്ഞത്, ഈ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഉത്സവത്തിന്, അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് അവർക്ക് കിട്ടിയ തുച്ഛമായ ഉത്സവ ചെലവിനുള്ള പൈസയിൽ നിന്ന് 2 രൂപ കൊടുത്ത് ഒരു കമ്മല് ദീനാമ ടീച്ചറിന് വേണ്ടി വാങ്ങിച്ച് ക്ലാസ്സിൽ വന്നപ്പം ആ ടീച്ചറിൻ്റെ കാതിൽ അണിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ സന്തോഷമാണ് ബീനയ്ക്ക് വേണ്ടത്. ബീനയെ പഠിപ്പിച്ച അധ്യാപകർക്കും ബീന പഠിപ്പിച്ച കുട്ടികൾക്കും ഏറ്റവും നല്ല ബീന ടീച്ചറിനും ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ബീന, എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ നേരുന്നു. ഞങ്ങൾക്കറിയാം, ബീനയെ സംബന്ധിച്ചോളം ഇന്ന് വളരെ വൈകാരികമായൊരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇത്രയും വർഷങ്ങൾ ഈ നമ്മുടെ കുഞ്ഞു മക്കളെ അവരെ നേർവഴിക്ക് നടത്തുന്നതിനും എല്ലാവിധ അവർക്ക് വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ ആധാരശീലകളും പാകുന്നതിനും ബീനയ്ക്ക് വളരെയധികം സാധിച്ചു. അതിൽ തീർച്ചയായിട്ടും ബീന വളരെ ആത്മസംതൃപ്തിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സും അതുപോലെ മേലധികാരികളും എല്ലാവരുമായിട്ട് വളരെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനും അവരുമായിട്ട് വളരെ സന്തോഷകരമായ ഒരു അധ്യയന ജീവിതം ഇത്ര നാളുമായിട്ട് തുടരുന്നതിനും ബീനയ്ക്ക് സാധിച്ചു. അതിന് നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബൈജുവും മക്കളും അതുപോലെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും മറ്റ് എല്ലാവരുമാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ബീനയുടെ ലവും കെയറും കൂടുതലായിട്ട് ഇനി അവർക്ക് മാത്രമായിട്ട് ലഭിക്കാൻ പോവുകയാണ്. അത് ബീനയ്ക്ക് ധാരാളമായി നൽകുന്നതിനും അത് അനുഭവിക്കുന്നതിനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫ്രീ ഒക്കെ ആയി ഇനി ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അതെ അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥനകളും ആശംസകളും. 1000-ലേറെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്ത എന്റെ അനിയത്തി ബീനായ്ക്ക് എല്ലാവിധ റിട്ടയർമെന്റ് ആശംസകളും നേരുന്നു. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് ബീനാന്റി. ബൈജങ്ങൾ മനഃപൂർവ്വം കാലൊടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ആശംസകൾ. ഹലോ ബീനാന്റി, അധ്യാപക ജീവിതത്തിൽ നിന്നും റിട്ടയർമെന്റിലേക്ക് പോകുന്ന ബീനാന്റിക്ക് എല്ലാവിധ ആശംസകളും.
Enjoy your retirement, Andy. I love you, Bean Andy. Oh, Chakuma. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരുപാട് കുരുന്നു കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാല ചൊല്ലിക്കൊടുത്തും അറിവും സ്നേഹവും പങ്കുവച്ചും അധ്യാപക ജീവിതത്തിൻ്റെ നിരവധി വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി സമൂഹത്തിന് ഒരു പുതു തലമുറയെ സൃഷ്ടിക്കുവാനായി കൈത്താങ്ങ് നൽകിയ ഞങ്ങളുടെ എല്ലാമായ പ്രിയപ്പെട്ട ബീന ചേച്ചിക്ക് വിശ്രമ ജീവിതത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ പങ്കുവെക്കുന്നു. ഇനിയും ദൈവം ഒരുപാട് കഴിവുകൾ തരുവാനും ഈ സമൂഹത്തിന് ഒരുപാട് നന്മകൾ നൽകാനും ചേച്ചിയുടെ ഈ വിശ്രമകാലത്തിന് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലൊടിഞ്ഞിരിക്കുന്ന വലിയേട്ടായിനെ പ്രത്യേകം ശുശ്രൂഷിക്കുവാനായും സമയം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. ചക്കരയുമ്മ, പ്രൗഡ് ഓഫ് യു ബീനാച്ചി. പ്രൗഡ് ഓഫ് യു ബീനാച്ചി. ചക്കരയമ്മ, ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. ചക്കരയമ്മ വരമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബീന ചേച്ചിക്ക് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ 19 വർഷക്കാലത്തെ സേവനത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ ചേച്ചിക്ക്, പ്രിയപ്പെട്ട ബീന ചേച്ചിക്ക്, ഞങ്ങളുടെ ടീച്ചറമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളോടൊപ്പം ചക്കരയുമ്മ. ഒരുപാട് നാളത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം റിട്ടയർ ആകുന്ന ബീനാൻഡിക്ക് എന്റെയും കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകൾ. All the best, Bean Andy. We all love you. ഹലോ പേരുമേ, എന്നാണ്ട് വിശേഷം? സുഖമാണോ? ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. മേ ഗോഡ് ബ്ലെസ് യു. ചക്കരയുമ്മ. ടാറ്റാ. ഹലോ ആൻറ്റി, എന്തൊക്കെയുണ്ട് വിശേഷം? റിട്ടയർമെന്റ് ആയിട്ട് എന്തൊക്കെയാണ് ആൻറ്റി പരിപാടീസ്? എനിക്ക് വരുന്ന 2 മാസം അവധിയാണ്. അപ്പോൾ ആൻറ്റിയും എല്ലാവരും കൂട്ടി ഇങ്ങോട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ് ആൻറ്റി. ചക്കരയുമ്മ. ഹലോ പേരമേ, ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. മേ ഗോഡ് ബ്ലെസ് യു. ചക്കരയുമ്മ. റിട്ടയർമെന്റ് ലൈഫിലോട്ട് പ്രവേശിക്കുന്ന ബീൻ ആൻറ്റിക്ക് ഹാപ്പി റിട്ടയർമെന്റ്. ഇനി റിട്ടയർമെന്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കോ. ഹലോ ബീൻ ആൻറ്റി, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ റിട്ടയർമെന്റ്. ഇനിയൊരു സോളോ ട്രിപ്പൊക്കെ ആവാം. ഓൾറൈറ്റ്, ടേക്ക് കെയർ. ബൈ ബൈ, ലവ് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ റിട്ടയർമെന്റ് ആഘോഷിക്കുന്ന ബീനാമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി തൊട്ട് ബീനാമയ്ക്ക് സബ്മിഷൻസ് ഇല്ല, ടാർഗറ്റുകളില്ല, വഴക്ക് പറയാൻ പിള്ളേരില്ല. പക്ഷെ ഇനിയാണല്ലോ സന്തോഷവും. ഒരുപാട് യാത്രകൾ ചെയ്യാനും ഒരുപാട് സന്തോഷങ്ങളും ചെയ്യാനും ബീനാമയ്ക്ക് ബൈജുങ്കൾ ഒരു അവസരങ്ങൾ തരട്ടെ. ബെൻഹറും നാദിനും ബെഞ്ചമിനും അതിനുള്ള അവസരങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈജുങ്കളിനോട് പറയണം, ഇനി ഓടിച്ചാടി ചുമ്മാ കാലൊക്കെ ഓടിച്ച് നടക്കാതെ ഇനി മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഭാര്യയെ നോക്കിയിരിക്കാൻ പറയണം. അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും. പിന്നെ എന്നാ, ഇത് താൻ ആരംഭം ആവട്ടെ. ഇനി കൂടുതൽ സന്തോഷവും കൂടുതൽ ജീവിതവും കൂടുതൽ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജോലി തിരക്ക് കാരണം ബാക്കി ആരും ഈ വീഡിയോയിലില്ല. അതുകൊണ്ട് അച്ചാച്ചന്റെയും അമ്മയുടെയും ടിനോയുടെയും ബെന്നിന്റെയും എന്റെയും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ ബീന, അധ്യാപക ജോലി ഒരു നല്ല ജോലി തന്നെ, അത് ലഭിച്ചു. വർത്തമാനകാലത്തെ കുട്ടികളെ നയിക്കുക എന്നുള്ളതും എല്ലാ കാര്യങ്ങളിലും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ബീന ജോലി ചെയ്തത്. ആ കാലത്ത് ബീന നന്നായി അത് കൈകാര്യം ചെയ്തു. കുട്ടികളെ സ്നേഹം കൊണ്ടും മാതാപിതാക്കളെയും സഹപ്രവർത്തകരെയും ആ സ്നേഹത്തിൽ പിടിച്ചു നിർത്തി അത് വിജയിക്കുകയും ചെയ്തു. ഒരു പ്രധാന അധ്യാപിക എന്ന നിലയിൽ വിജയം തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ശിഷ്ടകാലം ആയിരാരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.